കായംകുളം നഗരസഭ 43-ാം വാർഡിലെ ചാലപ്പള്ളി മുണ്ടകത്തിൽ തോട് ഒഴുകുന്ന പ്രദേശം അഡ്വക്കേറ്റ് യു പ്രതിഭ MLA സന്ദർശിച്ചു. സംരക്ഷണമില്ലാത്തതിനാലും മാലിന്യങ്ങൾ നിക്ഷേപിക്കപ്പെട്ടതിനാലും തോടിന്റെ അവസ്ഥ അങ്ങേയറ്റം ശോച്യമാണ്. തോട് സംരക്ഷിക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് MLA പറഞ്ഞു. കായംകുളം നഗരസഭ 43-ാം വാർഡിലെ മുണ്ടകത്തിൽ തോട് കടന്നുപോകുന്ന പ്രദേശം അഡ്വക്കേറ്റ് യു പ്രതിഭ MLA സന്ദർശിച്ചു. സംരക്ഷണമില്ലാത്തതിനാലും മാലിന്യ നിക്ഷേപം മൂലവും തോട് അതീവ ശോച്യാവസ്ഥയിലാണ്. വൻതോതിലാണ് ഇവിടെ മാലിന്യ നിക്ഷേപമുള്ളത്. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ, ഇറച്ചി അവശിഷ്ടങ്ങൾ തുടങ്ങിയവ കൂടിക്കിടക്കുന്ന നിലയിലാണ്. നാട്ടുകാരുടെ ഭാഗത്തു നിന്നും തോട് സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വലിയ പ്രതിഷേധം ഉയരുന്ന സാഹചര്യവുമാണ് ഉള്ളത്. തോടിനെ സംരക്ഷിക്കുവാൻ നടപടി സ്വീകരിക്കാമെന്നും നഗരസഭയുമായി ചേർന്ന് പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുമെന്നും MLA പറഞ്ഞു. നമ്മുടെ നഗരസഭ വാർഡ് 3 ചാലപ്പള്ളി മുണ്ടകത്തിൽ തോട് ഞങ്ങൾ എല്ലാവരും ചേർന്ന് നിന്ന് വിസിറ്റ് ചെയ്തു. കഴിഞ്ഞ കുറേ നാൾ മുമ്പ് തന്നെ ഈ തോടിൻ്റെ പ്രശ്നങ്ങൾ ഇവിടെയുള്ള നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തകരും അതുപോലെ ജനപ്രതിനിധികളും ഒക്കെ നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ട് തന്നതാണ്. പക്ഷേ MLA ഫണ്ടിൽ നിന്ന് ഒരു 5 കോടിയിൽ നിന്ന് 6 പഞ്ചായത്തും നഗരസഭയും കൂടി കൺട്രോൾ ചെയ്ത് ഫണ്ട് വെക്കുമ്പോൾ എനിക്കൊരു തോടിൻ്റെ ഡെവലപ്മെൻറ്റിനുള്ള ഫണ്ട് വെക്കാനായിട്ട് അതിൽ നിന്ന് കഴിയുന്നില്ലായിരുന്നു. പക്ഷേ എങ്കിലും വളരെ ഗൗരവവും അങ്ങേയറ്റം ഗുരുതരവുമായൊരു സാമൂഹ്യ പ്രശ്നമെന്ന തരത്തിൽ ഇപ്പം ഞങ്ങളിതിനെ കാണുകയാണ്. ഇന്ന് ഞങ്ങളെല്ലാം നഗരസഭയുടെ ഭാഗമായിട്ട് ആദർശമുണ്ട്, അതുപോലെ തന്നെ ദേവസ്വം ബോർഡ് മെമ്പർ അജി സാറിൻ്റെ ഭാഗത്ത് താമസിക്കുന്ന ആളാണ്, അജികുമാർ സാഹു ഉണ്ട്, പഴയ നഗരസഭ കൗൺസിലർ സാഹു മിനി സലീം സാഹു നാദിർഷ, അങ്ങനെ ഇവിടെയുള്ള നമ്മുടെ സാമൂഹ്യ രാഷ്ട്രീയ രംഗത്ത്, അതായത് ജനങ്ങളെ എന്നും കാണുന്ന ഇവരെല്ലാം ജനങ്ങളിൽ നിന്ന് ഒരുപാട് പ്രയാസങ്ങൾ കേൾക്കേണ്ടി വരുന്നുണ്ട്. അപ്പോൾ അത് അവരുടെ പ്രശ്നമായി മാറുന്നു, അത് നമ്മുടെ നാടിൻ്റെ പ്രശ്നം. അപ്പോൾ അത് ഞങ്ങളിപ്പം പല രൂപത്തിൽ ഇതിനൊന്ന് പരിഹരിക്കാനായിട്ട് നോക്കി. പക്ഷേ ഇവിടുത്തെ ജനങ്ങളോട് ഞങ്ങൾക്കൊരു കാര്യം പറയാനുള്ളത്, ഇത് ഒരു ജനപ്രതിനിധിയുടെയോ അല്ലെങ്കിൽ ഇവിടെയുള്ള ജനനേതാക്കന്മാരുടെയോ ഒന്നും പ്രശ്നമല്ല. ഈ തോട് ഇങ്ങനെ ആയത് കാലങ്ങളായി മാലിന്യങ്ങൾ വന്നു. ഇപ്പം നമ്മുടെ വീടുകളിൽ നിന്നുള്ള സെപ്റ്റിക് ടാങ്കുകൾ നമ്മളിങ്ങോട്ട് വെച്ചിട്ടുണ്ട്, മാലിന്യങ്ങൾ നമ്മൾ ഇടുന്നുണ്ട്. നഗരസഭാ പ്രദേശത്തു നിന്നുള്ള തോടുകളിൽ നിന്നല്ലേ കായലിൽ നിന്ന് നമ്മുടെ വേലിയിറക്ക സമയങ്ങളിലുള്ള അഴുക്കുവെള്ളം കയറുന്നത്. ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ടാണ് ഈ തോടിങ്ങനെ ആയിപ്പോയത്. പക്ഷേ ഇതിനെ അഡ്രസ്സ് ചെയ്യാന്നുള്ളത് ഞങ്ങൾ ജനപ്രതിനിധികളുടെയും ഇവിടുത്തെ രാഷ്ട്രീയ പ്രവർത്തകരുടെയൊക്കെ കടമയാണെന്നുള്ളത് കൊണ്ട് തീർച്ചയായും ഞങ്ങളിതിനെ അഡ്രസ്സ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഘട്ടം ഘട്ടമായിട്ട് ഈ തോടിനെ ഒന്ന് ഡെവലപ്പ് ചെയ്തെടുക്കാം. അപ്പം പെട്ടെന്നൊരു ദിവസം കൊണ്ട് ഈ തോടിനെ ഒരു തരത്തിലും മാറ്റിയെടുക്കാനായിട്ട് നമ്മൾക്ക് ആർക്കും കഴിയില്ല. ഘട്ടം ഘട്ടമായിട്ട് ഇതിനകത്ത് ഇടപെടാനും അതിന് വേണ്ടുന്നിടത്ത് ഇപ്പം ആദ്യം തന്നെ ഞങ്ങൾ ഇതിൻ്റെ ഒന്ന് ആഴം കൂട്ടാനായിട്ടാണ് ശ്രമിക്കുന്നത്. ആഴം കൂട്ടാൻ വരുമ്പോൾ ജനങ്ങളുടെ എല്ലാ സഹകരണവും ഉണ്ടാവണം. കാരണം ഗിറ്റാച്ചി അല്ലെങ്കിൽ JCB വെച്ച് ആഴം കൂട്ടുമ്പോൾ തൊട്ടപ്പുറത്തെ വീടുകളിലെ മതിലിനൊന്നും സ്ഥാനചലനം വരാതിരിക്കാനുള്ള ശ്രമം നമ്മൾ നടത്തണം. അപ്പോൾ ഈ നാട്ടിലെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യുള്ള ജനങ്ങൾ ഒന്നിച്ച് നിന്നുകൊണ്ട് വേണം ഈ നമ്മുടെ ചാലപ്പള്ളി തോടിൻ്റെ ഈ ദുരവസ്ഥയ്ക്ക് പരിഹാരം കാണാൻ ഞങ്ങളെല്ലാവരും മുന്നിലുണ്ടാവും. ഇനി അങ്ങോട്ട് ഈ കാര്യത്തിൽ അതീവ ശ്രദ്ധ, MLA ഫണ്ടോ മറ്റു ഫണ്ടോ ഉപയോഗിച്ചുകൊണ്ട് മാത്രം തീരുന്നൊരു പ്രശ്നമല്ല എന്നുള്ളതുകൊണ്ടാണ് ഞങ്ങൾ ഒരുപാട് സോഴ്സിനെ യോജിപ്പിച്ചുകൊണ്ടാണ് ഇതിനെ അഡ്രസ്സ് ചെയ്യാനായിട്ട് തീരുമാനിച്ചത്. എന്തായാലും ഇവിടെ വളരെ ദുരിതപൂർണമായൊരു അവസ്ഥയാണ്. അപ്പോൾ ഇനി വരുന്ന ദിവസങ്ങളിൽ നമ്മൾ ഈ തോട്ടിലേക്ക് പുതിയതായിട്ട് മാലിന്യം വലിച്ചെറിയാതിരിക്കാനും അതുപോലെ നമ്മുടെ വീടുകളിൽ നിന്ന് വല്ല സോഴ്സ് വല്ലതും വെച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം അടയ്ക്കാനും സഹകരിക്കാനും ഒക്കെ വരുന്ന ദിവസങ്ങളിൽ ആദ്യഘട്ടം എന്ന നിലയിൽ എല്ലാവരും തയ്യാറാവണം. രണ്ടാം ഘട്ടം നിലയിൽ നമ്മൾ ആഴം വർദ്ധിപ്പിക്കുന്ന പരിപാടികളുമായി ഞങ്ങൾ തുടർന്ന് ഇവിടെ വരും. നഗരസഭാ വൈസ് ചെയർമാൻ J. ആദർശ്, CPI നേതാവ് അഡ്വക്കേറ്റ് A. അജികുമാർ, നഗരസഭാ കൗൺസിലർമാരായ നാദിർഷ ചെട്ടിയത്ത്, ഷീബ ഷാനവാസ്, പ്രദേശവാസികൾ എന്നിവർ MLAക്കൊപ്പം ഉണ്ടായിരുന്നു. MLA ഉൾപ്പെടെയുള്ള ഞങ്ങൾ ജനപ്രതിനിധികൾ അത് വന്ന് നേരിൽ കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. കാരണം വളരെ മലിനമസമായിട്ടുള്ള ഒരു സ്ഥിതിയാണ് ഇവിടെ കാണാൻ കഴിഞ്ഞത്. കാരണം ഇത് നമ്മൾ ഈ പറഞ്ഞ നാട്ടുകാരുൾപ്പെടെ അതിനൊരു ഉത്തരവാദികളാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ എന്നുള്ളതാണ്. കാരണം പലരുടെയും സെപ്റ്റിക് ടാങ്കുകളുടെയും മറ്റ് മലിനജലം ഒഴുകുന്നതിനുള്ള പൈപ്പ് വരെ ഈ തോട്ടിലേക്ക് ഉണ്ട് എന്നുള്ളത് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമുക്കിത് കൂട്ടായിട്ട്, കാരണം ഇപ്പോൾ MLA ആയിട്ടുണ്ട്, കാരണം നഗരസഭയും കൂട്ടായിട്ട് തന്നെ നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള ടൈഡ് ഫണ്ട് ഇതിനു വേണ്ടിയിട്ട് വിനിയോഗിച്ചുകൊണ്ട് ഈ പാലം വൃത്തിയാക്കുന്നതിന് വേണ്ടിയിട്ട് സംയുക്തമായിട്ടുള്ള ഒരു പരിശ്രമം ഇതിനു വേണ്ടിയിട്ട് നടത്താം എന്നുള്ളത്. CDNet ന്യൂസ്, കായംകുളം.